റിയൽമിയുടെ 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പുതിയ സ്മാർട്ട് ഫോണാണ് റിയൽമി P1 Pro. അതുപോലെ തന്നെ ഐക്യൂടെയും വിവോയുടെയും 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണുകളാണ് ഐക്യൂ Z9 അതുപോലെ തന്നെ വിവോ T3 5G. ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി P1 Proയും ഐക്യൂ Z9 അതുപോലെ തന്നെ വിവോ T3 തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ആദ്യം തന്നെ ക്ലിയർ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഐക്യൂ Z9 5Gയും അതുപോലെ തന്നെ വിവോ T3 5Gയും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്, ജസ്റ്റ് റീബ്രാൻഡഡ് വെർഷൻസ് മാത്രമാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ പലപ്പോഴും നമ്മൾ ഒന്നെങ്കിൽ ഐക്യൂ Z9 അല്ലാന്നുണ്ടെങ്കിൽ വിവോ T3 എന്നേ പറയുള്ളൂ. അത് പറയുമ്പോൾ മറ്റേ ഫോണിനും കൂടി അത് ബാധകമാണ് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. എന്തായാലും ആദ്യം നമ്മൾ ഡിസ്പ്ലേ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി P1 Proയിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. AMOLED ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഐക്യൂ Z9ലും വിവോ T3ലും 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിലും AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. എടുത്തു പറയേണ്ട ഒരു വ്യത്യാസം വരുന്നത് റിയൽമി P1 Proയിൽ നമുക്ക് കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഐക്യൂലും വിവോയിലും ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പം ഇതാണ് ഡിസ്പ്ലേയിൽ എടുത്തു വരേണ്ട ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഉള്ള ഫോണാണ് വേണ്ടതെങ്കിൽ ഐക്യൂ അല്ലെങ്കിൽ വിവോ നോക്കാം, അല്ല കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ റിയൽമി നോക്കാവുന്നതാണ്. ഈ രണ്ട് ഫോണുകളിലും 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിയൽമിയിൽ 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് വരുന്നത്. ഐക്യൂലും വിവോയിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 300 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. പിന്നെ റിയൽമിയിൽ 10-bit ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഐക്യൂലും വിവോയിലും 8-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ കൂടുതൽ കളേഴ്സും കാര്യങ്ങളൊക്കെ റിയൽമിയിൽ കാണിക്കുന്നതായിരിക്കും. പിന്നെ റിയൽമിയിൽ HDR വീഡിയോ പ്ലേബാക്കിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ഐക്യൂലും വിവോയിലും HDR വീഡിയോ പ്ലേബാക്കിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. ഇതിൽ റിയൽമിയുടെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 2000 നിറ്റ്സ് ആണ്. ഐക്യൂടെയും വിവോയുടെയും പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1800 നിറ്റ്സ് ആണ്. പിന്നെ റിയൽമിയിൽ 2160 ഹെർട്സിൻ്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമിയിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 10-bit ഡിസ്പ്ലേ, PWM ഡിമ്മിംഗ് ഇതുപോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഐക്യൂടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ടച്ച് സാമ്പിളിംഗ് റേറ്റും അതുപോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേയും ഇതിൽ വരുന്നുണ്ട്. പിന്നെ HDR വീഡിയോ പ്ലേബാക്കും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ വേണമെന്നുണ്ടെങ്കിൽ ഐക്യൂ അല്ലെങ്കിൽ വിവോ നോക്കുക, അല്ല കർവ്ഡ് ഡിസ്പ്ലേ വേണമെന്നുണ്ടെങ്കിൽ റിയൽമി നോക്കാവുന്നതാണ്. പിന്നെ ഈ മൂന്ന് ഫോണുകളിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്. റിയൽമിയുടെ വെയിറ്റ് വരുന്നത് 186 ഗ്രാമാണ്. ഐക്യൂടെയും വിവോയുടെയും വെയിറ്റ് വരുന്നത് 188 ഗ്രാമാണ്. അപ്പോൾ വെയിറ്റിൻ്റെ കാര്യത്തിൽ വലിയൊരു ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പിന്നെ റിയൽമിയുടെ തിക്നെസ് വരുന്നത് 8.35 mm ആണ്. ഐക്യൂടെയും വിവോയുടെയും തിക്നെസ് വരുന്നത് 7.83 mm ആണ്. വിവോയിലും ഐക്യൂലും തിക്നെസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ റിയൽമിയിൽ IP65 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഐക്യൂലും വിവോയിലും IP54 റേറ്റിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള IP റേറ്റിംഗ് റിയൽമിയിൽ വരുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. മൂന്ന് ഫോണുകളിലും പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റിയൽമിയിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ഐക്യൂലും വിവോയിലും MediaTek Dimensity 7200 എന്നുള്ള പ്രോസസ്സറും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ ഏതാണെന്ന് വെച്ചാൽ ഐക്യൂലും വിവോയിലും വരുന്ന MediaTek Dimensity 7200 എന്ന പ്രോസസ്സറാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ANTUTU സ്കോറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസും ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് പെർഫോമൻസ്, ഗെയിമിംഗ്, ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് ഫോണുകളിൽ ഐക്യൂ അല്ലെങ്കിൽ വിവോ എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ മൂന്ന് ഫോണുകളിലും 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റിയൽമിയിൽ 9 5G ബാൻഡ്സും ഐക്യൂലും വിവോയിലും 8 5G ബാൻഡ്സും കൊടുത്തിട്ടുണ്ട്. മൂന്ന് ഫോണുകളിലും ബേസ് വേരിയന്റിൽ 8GB റാമും 128GB ഇന്റേണലുമാണ് വരുന്നത്. അതുപോലെ തന്നെ മൂന്ന് ഫോണുകളിലും 8GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. മൂന്ന് ഫോണുകളിലും LPDDR4Xന്റെ റാം കൊടുത്തിട്ടുണ്ട്. റിയൽമിയിൽ നമുക്ക് UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് കിട്ടുന്നുണ്ട്. എന്നാൽ ഐക്യൂലും വിവോയിലും UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് വരുന്നുള്ളൂ. ബെറ്റർ ആയിട്ടുള്ള സ്റ്റോറേജ് ടൈപ്പ് റിയൽമിയിൽ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റീഡ് ആൻഡ് റൈറ്റ് സ്പീഡും കാര്യങ്ങളൊക്കെ റിയൽമിയിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിയൽമി P1 Proയിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. എന്നാൽ ഐക്യൂ Z9ലും വിവോ T3ലും ഹൈബ്രിഡ് സിം സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും നമുക്ക് മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഈ ഒരു കാര്യത്തിൽ ഐക്യൂക്കും വിവോക്കും ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ റിയൽമി P1 Proയിൽ എയർ ജസ്റ്റേഴ്സ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് നമ്മൾ ഫോണിൽ ടച്ച് ചെയ്യാൻ തന്നെ നമുക്ക് ഫോൺ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഈ ഒരു ഫീച്ചർ ഐക്യൂലും വിവോയിലും വരുന്നില്ല. അതുമാത്രമല്ല റിയൽമി P1 Proയിൽ റെയിൻ വാട്ടർ ടച്ച് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. ഫോണിൻ്റെ മുകളിൽ കുറച്ച് വെള്ളമായാലും നമുക്ക് വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ ടച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു ഫീച്ചറും ഐക്യൂലും വിവോയിലും വരുന്നില്ല. അപ്പം ഈ കാര്യങ്ങളിലൊക്കെ റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ ഈ മൂന്ന് ഫോണുകളിലും സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മൂന്ന് ഫോണുകളിലും 3.5 mm ഓഡിയോ ജാക്ക് വരുന്നില്ല.
മൂന്ന് ഫോണുകളും വരുന്നത് ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടാണ്. റിയൽമി സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. ഐക്കൂലും വിവോയിലും ഫൺ ടച്ച് OS സോഫ്റ്റ്വെയറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മൂന്ന് ഫോണുകളിലും 2 കൊല്ലത്തെ OS അപ്ഡേറ്റും 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. സോഫ്റ്റ്വെയറിൽ നിങ്ങൾ ഏതാണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ഫോണുകളുടെയും പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. മൂന്ന് ഫോണുകളിലും 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ വരുന്നുണ്ട്. മൂന്ന് ഫോണുകളിലും OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റിയൽമിയിൽ സോണി LYT 600ന്റെ സെൻസറാണ് വരുന്നത്. ഐക്കൂലും വിവോയിലും സോണി IMX 882ന്റെ സെൻസറും കൊടുത്തിട്ടുണ്ട്. പിന്നെ റിയൽമിയിൽ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഐക്കൂലും വിവോയിലും അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നില്ല. ഈ ഒരു കാര്യത്തിൽ റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ ഐക്കൂലും വിവോയിലും ഇതിന് പകരം വലിയ യൂസ് ഒന്നുമില്ലാത്ത 2 മെഗാ പിക്സൽ ഒരു ഡെപ്ത് സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ക്യാമറ കമ്പാരിസൺസ് ഒക്കെ നമ്മൾ മറ്റ് സൈറ്റുകളിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ബാക്ക് ക്യാമറയിൽ മെയിൻ ക്യാമറ സെൻസറിൻ്റെ കാര്യത്തിൽ ഐക്കും വിവോവും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ലോ ലൈറ്റ് കണ്ടീഷൻസിലൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിലും ഐക്കും വിവോ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. റിയൽമിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ലഭിക്കുന്നുണ്ട്. അൾട്രാ വൈഡ് ആംഗിൾ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ഫോണുകളിലും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. സെൽഫി ക്യാമറയുടെ കാര്യത്തിലും കുറച്ചും കൂടി ബെറ്റർ വിവോ അല്ലെങ്കിൽ ഐക്യു ആയിരിക്കും. അപ്പോൾ ക്യാമറയുടെ നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐക്യു അല്ലെങ്കിൽ വിവോ T3 ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇനി അതല്ല നിങ്ങൾക്ക് ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൂടി വേണം എന്നുണ്ടെങ്കിൽ റിയൽമി P1 പ്രോയും എടുക്കാവുന്നതാണ്. ഇനി ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ഫോണുകളിലും 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. റിയൽമിയിൽ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഐക്യൂലും വിവോയിലും 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പം അതിലൊന്നും വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. മൂന്ന് ഫോണുകളിലും Type C ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. മൂന്ന് ഫോണുകളുടെയും ബോക്സിൽ ചാർജർ വരുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിൽ വലിയൊരു ഡിഫറൻസ് ഒന്നും വരുന്നില്ല. വിലയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ഫോണുകളിലും 8GB RAM 128GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. റിയൽമിയുടെ ഈ വെർഷൻ്റെ വില വരുന്നത് 21,999 രൂപയാണ്. ഐക്യൂടെയും വിവോയുടെയും ഈ വെർഷൻ്റെ വില വരുന്നത് 19,999 രൂപയാണ്. പിന്നെ 8GB RAM 256GB ഇന്റേണൽ വെർഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റിയൽമിയുടെ ഈ വെർഷൻ്റെ വില വരുന്നത് 22,999 രൂപയാണ്. ഐക്യൂടെയും വിവോയുടെയും ഈ വെർഷൻ്റെ വില വരുന്നത് 21,999 രൂപയാണ്. വിലയുടെ കാര്യത്തിൽ ഐക്യൂക്കും വിവോക്കാണ് വില കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമിയിൽ നമുക്ക് കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു IP റേറ്റിംഗ് നമുക്ക് ലഭിക്കുന്നുണ്ട്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എയർ ജസ്റ്റേഴ്സ്, റെയിൻ വാട്ടർ ടച്ച് ഇതുപോലുള്ള എക്സ്ട്രാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ നമുക്ക് ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ലഭിക്കുന്നുണ്ട്. ഇനി ഐക്യൂടെയും വിവോയുടെയും കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ടച്ച് സാമ്പിളിംഗ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ HDR വീഡിയോ പ്ലേബാക്കിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ തിക്നെസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ ക്യാമറ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇല്ല എന്നുണ്ടെങ്കിലും. പിന്നെ ഈ ഫോണുകൾക്ക് വില കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവാണ്. അപ്പം ഇതൊക്കെയാണ് ഈ മൂന്ന് ഫോണുകളെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോണാണ് വേണ്ടതെങ്കിൽ റിയൽമി P1 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ നോക്കാം. അതല്ല നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് പെർഫോമൻസ്, ഗെയിമിങ് അല്ലാന്നുണ്ടെങ്കിൽ ക്യാമറ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഐക്യു Z9 അല്ലാന്നുണ്ടെങ്കിൽ വിവോ T3 എന്നീ ഫോണുകളായിരിക്കും ബെറ്റർ. ഇത് പറയുമ്പോഴും അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇല്ല എന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.